ഒരിക്കലും മറ്റുള്ളവരുടെ കർമ്മങ്ങളിൽ ഇടപെട്ട് പോകരുത്. ഇടപെട്ട് കഴിഞ്ഞാൽ ദുരിതം തന്നെയാണ്, അത് നമ്മൾ അനുഭവിക്കേണ്ടി വരും. പക്ഷെ അപ്പൊ സീമാജി പറയുന്നുണ്ടല്ലോ, എല്ലാവർക്കും ദാനം ചെയ്യണം, ദാനധർമ്മങ്ങൾ ചെയ്യണം, പുണ്യപ്രവൃത്തികൾ ചെയ്യണം, പര ഉപകാരങ്ങൾ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ മറ്റുള്ളവരുടെ കർമ്മങ്ങളിൽ ഇടപെടരുതെന്നും പറയണു. ഇത് പലർക്കും ഇതിന്റെ സൂക്ഷ്മം മനസ്സിലാവാതെ അവനവന്റെ അറിവുകൾ വെച്ചിട്ട് അവർ ഈ സത്യത്തെ വളച്ചൊടിക്കുന്നുണ്ട്. അവനവന്റെ അഭിപ്രായങ്ങളാണ് കറക്റ്റ് എന്നുള്ള വിചാരത്തിൽ അവർ ആ ഒരു മഹാവിസ്തരണയിൽ ആ ഒരു സത്യത്തെ ഉൾക്കൊള്ളുന്നില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണെന്നറിയോ, നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ കണ്ടവർക്ക്, ചെവിയിൽ കേട്ടവർക്ക്, ആത്മാവ് ബുദ്ധിയെ പ്രേരിപ്പിച്ചിട്ട് നിങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നുമ്പോൾ ഉടനടി സഹായം ചെയ്യണം. 10 രൂപ കൊടുക്കാനേ നിങ്ങളുടെ അടുത്തുള്ള 10 രൂപ കൊടുക്കുക. 10,000 കൊടുക്കാനുണ്ടോ 10,000 കൊടുത്ത് മറക്കൂ. 10 ലക്ഷം കൊടുക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ 10 ലക്ഷം കൊടുക്കൂ. പക്ഷെ നിങ്ങൾ ആരെയും ജീവിതം മുഴുവൻ ഏറ്റെടുക്കരുത് എന്നാണ് ഇവിടെ പറഞ്ഞത്. അല്ലാതെ മാതാപിതാക്കൾക്ക് രോഗങ്ങൾ വരുമ്പോൾ, അവർക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, സഹോദരങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കോ ഭാര്യയും ഭർത്താവിനും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അവരെ സഹായിക്കേണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ നമ്മൾ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് കടത്തിലാണെന്ന് വിചാരിക്കുക, കടത്തിൽ മുങ്ങിപ്പോയി ആകെ നഷ്ടത്തിൽ കുളിച്ചു കിടക്കുകയാണ്. അവരൊരിക്കലും ഞാൻ നിന്നെ സഹായിച്ചോളാം, നിന്നെ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരുടെ കടങ്ങൾ മുഴുവൻ ഏറ്റെടുക്കുമ്പോൾ അത് ചതുപ്പിലേക്ക് നമ്മൾ ആഴ്ന്നാഴ്ന്നു പോകും. അവരെ രക്ഷിക്കാൻ പോകുമ്പോൾ അവർ നമ്മളെ ചതുപ്പിലേക്ക് വലിക്കുന്നത് പോലെയാണ്. അതുകൊണ്ടാണ് നിനക്ക് സഹായം ചെയ്യാൻ തോന്നുന്നെങ്കിൽ അടുത്ത നിമിഷം 10 ലക്ഷം നിന്റെ അടുത്തുണ്ട്, 10 കോടി ഉണ്ട്, കൊടുത്തും മറക്ക്. ഈ കൈ കൊണ്ട് ചെയ്തത് ഈ കൈ അറിയാതിരിക്കെ അത് മാത്രം പുണ്യക്കണക്കിലേക്ക് പോകും. പക്ഷെ അവരെ ലൈഫ് ലോങ് ഏറ്റെടുക്കരുത്, ആരെയും ദത്തെടുക്കരുത്. അല്ലെങ്കിൽ ഒരു റോഡിന്റെ മുകളിൽ ഒരു വയ്യാത്ത ആളെ കണ്ടു, അവർക്ക് ആ സമയം നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരാരെയും ഏതെങ്കിലും അനാഥാശ്രമത്തിൽ കൊണ്ടാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ വേറെ വല്ലയിടത്തും അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കാനോ അതിനെന്തെങ്കിലും പൈസ കൊടുക്കാനോ പറ്റുമോ? അല്ലെങ്കിൽ ആ സമയത്ത് വിശപ്പിനോ ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ ഉള്ളത് സഹായം ചെയ്യാൻ പറ്റുമോ? കൊടുത്തു മറക്കുക. അല്ലാതെ ജീവിതാന്തം വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവരെ ഏറ്റെടുക്കരുത് എന്നാണ് പറഞ്ഞത്. അതിൽ നമ്മുടെ മാതാപിതാക്കളോ മക്കളോ ഭാര്യ ഭർത്താവ് ഇതൊന്നും ഉൾപ്പെടില്ല. ഇത് നമ്മുടെ കർമ്മബന്ധം, ഫാമിലി, അതായത് കുടുംബ ബന്ധങ്ങൾ നമ്മൾ കണക്ക് തീർക്കാൻ വന്നത് അത് വേറെ. അത് നമ്മൾ ലൈഫ് ലോങ് നമ്മൾ മാതാപിതാക്കൾക്ക് സേവ ചെയ്യുന്നത് നമ്മളെ ജന്മകടം വീട്ടാണ്. മക്കൾക്ക് എന്ന് പറയുന്നത് അതും നമ്മുടെ ജന്മത്തിൽ അവരുമായിട്ടുള്ള കടം തീർക്കലാണ്. അല്ലാതെ നമ്മൾ നാട്ടിൽ നമ്മൾ പരോപകാരമൊക്കെ ചെയ്യാം, പക്ഷെ അവരെ ജീവിതാവസാനം വരെ ഞാൻ നോക്കിക്കൊള്ളാം, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തോളാം, ഞാൻ കടങ്ങൾ വീട്ടിക്കൊള്ളാം, നിന്റെ എല്ലാ കാര്യങ്ങളും അവസാനം വരെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് കർമ്മത്തിൽ ഇന്റർഫിയർ ആവാണ്. തീർച്ചയായും നമ്മൾ അതിന്റെ പരിണിതഫലം അനുഭവിക്കും. നമ്മുടെ ജീവിതത്തിൽ സമാധാനം എന്നുള്ളത് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് തോന്നുമ്പോൾ കൊടുത്തോളൂ. എത്ര കൊടുക്കാൻ തോന്നണോ കൊടുത്തു മറക്കുക. ഓക്കെ, പിന്നെ അത് കാക്ഷിക്കാതിരിക്കുക, പിന്നെ അത് പ്രതീക്ഷിക്കാതിരിക്കുക, ചെയ്തുകൊണ്ടേയിരിക്കുക. പുണ്യപ്രവൃത്തികൾ, ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക, പരോപകാരങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അതിനു വേണ്ടിയിട്ട് സമയവും സമ്പത്തും നമ്മളുടെ വിജ്ഞതയും നമ്മളുടെ ആയുസ്സും നമ്മളുടെ ആരോഗ്യവും ഒക്കെ സദ്വിനിയോഗം ചെയ്തോളൂ. നല്ല ദിവ്യമായിട്ടുള്ളൊരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാവും. ഇപ്പൊ മനസ്സിലായോ അതിന്റെ സൂക്ഷ്മം? താങ്ക് യു.